നമസ്കാരം, ഞാൻ ഡോക്ടർ മണികണ്ഠൻ ജി.ആർ. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് നമുക്ക് എങ്ങനെ ഇംപ്ലാന്റുകൾ ഒഴിവാക്കാം, അല്ലെങ്കിൽ നമ്മൾ കൃത്യമായിട്ടുള്ള ദന്തപരിചരണം പാലിച്ചു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ ഒരുപാട് കോസ്റ്റ്ലി ആയിട്ടുള്ള ഡെൻ്റൽ ഇംപ്ലാന്റ്സ് നമുക്ക് ഒഴിവാക്കാം എന്നുള്ളതാണ്. പലപ്പോഴും ആൾക്കാർ വിചാരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ പല്ലുകൾ നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് പല്ലുകൾ വയ്ക്കാനായിട്ടുള്ള ഒരു പ്രൊവിഷൻ ഉണ്ടല്ലോ. അത് ഊരി മാറ്റുന്നതാണെങ്കിലും സ്ഥിരമായിട്ട് ഘടിപ്പിക്കുന്നതാണെങ്കിലും ഒക്കെ നമുക്ക് പലതരത്തിലുള്ള ഈ പ്രോസസ്സ് വയ്ക്കാനുള്ള ഒരു ഓപ്ഷനുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഡെൻ്റൽ ഇംപ്ലാന്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഡെൻ്റൽ ഇംപ്ലാന്റ്സ് വെച്ചിട്ട് നമുക്ക് ഫുൾ മൗത്ത് റീഹാബിലിറ്റേഷൻ ചെയ്യാനായിട്ട് സാധിക്കും. അതായത് കൃത്യമായിട്ട് നഷ്ടപ്പെട്ട പല്ലുകളെല്ലാം തന്നെ നമുക്കൊരു 28 പല്ലുകളെയും പുനഃസ്ഥാപിക്കാനായിട്ട് സാധിക്കും. ഒരു ഓൾ ഓൺ 6 എന്നുള്ള കോൺസെപ്റ്റ് വെച്ചിട്ട് 6 ഇംപ്ലാന്റുകൾ മുകൾ താടിയിലും അതുപോലെ തന്നെ 6 ഇംപ്ലാന്റുകൾ കീഴ്ത്താടിയിലും ഇട്ടതിന് ശേഷം അതിൻ്റെ ഒരു ബലം, അതിൻ്റെ ഒരു സപ്പോർട്ട് എടുത്തുകൊണ്ട് നമുക്ക് ബാക്കിയുള്ള 14 പല്ലുകൾ 28 പല്ലുകൾ നമുക്കവിടെ കൊടുക്കാൻ സാധിക്കും. പക്ഷേ ഇത് ശരിക്കും നമുക്ക് നമ്മുടെ സ്വന്തം പല്ലുകളുടെ തന്നെ ഒരു ഇഫക്റ്റ് തരുമോ എന്നുള്ളതാണ്. തീർച്ചയായിട്ടും നമ്മുടെ എപ്പോഴും നല്ലതെന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വന്തം പല്ല് തന്നെ നിലനിർത്തി പോരുന്നതാണ്. അപ്പോൾ സ്വന്തം പല്ലുകൾ എത്രത്തോളം നന്നായിട്ട് വയ്ക്കാൻ സാധിക്കുന്നുവോ അത് തന്നെയാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ചില കേസുകളിൽ നമ്മളിപ്പോൾ ഇംപ്ലാന്റ്സ് തന്നെ 2 തരത്തിലുണ്ട്. ബേസൽ ഇംപ്ലാന്റ്സ് ഉണ്ട്, അതായത് പെട്ടെന്ന്, അതും ഈ പറഞ്ഞതുപോലെ ചില സമയങ്ങളിൽ ടൈം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അധികം സമയമില്ല, 2 വീക്സ് കൊണ്ട് നമുക്ക് ഫുൾ പല്ലുകൾ വയ്ക്കണം. നമ്മുടെ പരമ്പരാഗതമായിട്ടുള്ള രീതിയിലോട്ട് പോയി കഴിഞ്ഞാൽ കുറഞ്ഞതൊരു 3 മുതൽ 6 മാസമൊക്കെ വെയിറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് ഫുൾ പല്ലുകൾ അവിടെ വയ്ക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള കേസുകളിൽ നമ്മൾ ബേസൽ ഇംപ്ലാന്റ്സ് എന്ന് പറയും. കുറച്ചുകൂടി നീളം കൂടിയ ഇംപ്ലാന്റ്സ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് നഷ്ടപ്പെട്ട പല്ലുകളെല്ലാം തന്നെ പുനഃസ്ഥാപിക്കാൻ സാധിക്കും. ഇത്തരത്തിൽ നീളമുള്ള ഇംപ്ലാന്റുകളായതുകൊണ്ട് നമ്മൾ പറയും ഇമ്മീഡിയറ്റ് ലോഡിങ് എന്ന് പറയും. ഇംപ്ലാന്റ്സ് ഇട്ടിട്ട് ഉടനെ തന്നെ നമുക്ക് ക്രൗൺസും കൂടി കൊടുക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. പക്ഷേ ഇതിൻ്റെ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ചില കേസുകളിൽ നമ്മൾ അതിൻ്റെ ആംഗുലേഷനൊക്കെ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വലിയ പ്രോബ്ലം ഇല്ലാത്ത, എന്നാൽ ഓൾമോസ്റ്റ് ഒരു 50-50 ചാൻസ് ഉള്ള ചില പല്ലുകളൊക്കെ തന്നെ നമുക്ക്, അതായത് ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള പല്ലുകളല്ല എന്നാൽ അത്ര മോശവുമല്ല, അതിൻ്റെ ഇൻ ബിറ്റ്വീനായിട്ടുള്ള കുറച്ച് പല്ലുകളൊക്കെ ചിലപ്പോൾ നമുക്ക് റിമൂവ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ അതിൻ്റെ ആവശ്യമുണ്ടോ എന്നുള്ളതാണ് പലരും ചിലപ്പോൾ ആശങ്കപ്പെടാറുണ്ട്. അപ്പോൾ നിങ്ങൾ അറിയേണ്ടതെന്ന് പറഞ്ഞാൽ പല്ലുകൾക്ക് ചെറിയ തോതിൽ തന്നെ എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ, ഒരു കുലുക്കം വരുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ഇംപ്ലാന്റിൻ്റെ കോസ്റ്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അതിൻ്റെ ഏതാണ്ട് ഒരു 1-2 ഇംപ്ലാന്റ് വയ്ക്കുന്ന ആ ഒരു കോസ്റ്റ് തന്നെ നമുക്ക് ഫുൾ മൗത്തിനെ നന്നായിട്ട് ഒന്ന് സ്ട്രെങ്തൻ ചെയ്തെടുക്കാൻ സാധിക്കും. അതിന് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് നമ്മൾ ഈ ഗം സ്ട്രെങ്തൻ ചെയ്യുന്ന സർജറി. അത് നമ്മൾ പറയുന്ന പെരിഡോണ്ടൽ ഫ്ലാപ്പ് സർജറി എന്ന് പറയാറുണ്ട്. അപ്പോൾ ഇന്ന് പെരിഡോണ്ടൽ ഫ്ലാപ്പ് സർജറിയിൽ നമുക്ക് ഒരുപാട് ബയോ മെറ്റീരിയൽസ് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ പല്ല് ചെറുതായിട്ട് ഇളകി തുടങ്ങുമ്പോൾ തന്നെ അതിൻ്റെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ മോണരോഗമായിരിക്കും. മോണരോഗം കാരണം പല്ലുകൾ പൂർണ്ണമായിട്ടും ഇളകിപ്പോകുന്നതിന് മുമ്പായിട്ട് ചില ലക്ഷണങ്ങളൊക്കെ നമുക്ക് കാണിച്ചു തരും. അതാണ് നമ്മൾ ബ്രഷ് ചെയ്യുമ്പോൾ ബ്ലീഡിങ് ഉണ്ടാവുക, പല്ലുകൾക്കിടയിൽ തന്നെ ചെറിയ വിടവുകൾ. 30 വയസ്സ് കഴിഞ്ഞ ആൾക്കാർക്കാണെങ്കിലും പല്ലുകൾക്കിടയിൽ പെട്ടെന്ന് വിടവുകൾ വരുന്നു, പത്തോളജിക് മൈഗ്രേഷൻ എന്ന് പറയും. അപ്പോൾ അത്തരത്തിലുള്ള ബ്ലീഡിങ് സ്പോട്ടുകൾ വരുന്നു, ഭക്ഷണ പദാർത്ഥങ്ങൾ പല്ലിൻ്റെ ഇടയിൽ കുടുങ്ങിയിരിക്കുന്നു, പല്ല് ചെറിയ തോതിൽ ഇളക്കം സംഭവിക്കുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ചേഞ്ച് കാണുമ്പോൾ തന്നെ നമ്മളൊരു പെരിഡോണ്ടൽ ഇവാലുവേഷൻ ചെയ്യുക. ഒരു OPG എടുത്തിട്ട്, അല്ലെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ആക്യുറേറ്റ് CBCT എടുത്തിട്ട് നമുക്ക് കൃത്യമായിട്ട് എത്രത്തോളം അസ്ഥിയാണ് അവിടെ നഷ്ടപ്പെട്ടതെന്ന് മനസ്സിലാക്കുകയും ആ ഭാഗങ്ങളിൽ നമുക്ക് കൃത്യമായിട്ട് ബോൺ തിരിച്ചു വരാൻ സഹായിക്കുന്ന തരത്തിലുള്ള ആർട്ടിഫിഷ്യലായിട്ടുള്ള ബോൺ സബ്സ്റ്റിറ്റ്യൂട്ട്സ്, നമ്മൾ തന്നെ ബോൺ ഗ്രാഫ്റ്റുകളെന്ന് പറയും. അപ്പോൾ ഇത്തരത്തിലുള്ള ആർട്ടിഫിഷ്യലായിട്ടുള്ള ബോൺ ഗ്രാഫ്റ്റുകൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് അവയെ കൃത്യമായിട്ട് പുനഃസ്ഥാപിക്കാനും സാധിക്കും. അപ്പോൾ അതിനകത്ത് നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന മറ്റൊരു പദാർത്ഥമാണ് ഇപ്പോൾ ആ ഒരു പേഷ്യൻ്റ് തന്നെ ബ്ലഡിൽ നിന്നും വേർതിരിച്ചെടുക്കാൻ സഹായിക്കുന്ന തരത്തിലുള്ള PRF എന്ന് പറയും, പ്ലേറ്റഡ് റിച്ച് ഫൈബ്രിൻ. അപ്പോൾ ആ PRFൽ ഒരുപാട് വളർച്ചാ ഘടകങ്ങളുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള വളർച്ചാ ഘടകങ്ങളും അതോടൊപ്പം തന്നെ ബോൺ ഗ്രാഫ്റ്റ് കൂടി നിർത്തിയിട്ട് നമുക്ക് മിക്സ് ചെയ്തിട്ട് ഒരു സ്റ്റിക്കി ബോൺ ആക്കിയിട്ട് നമുക്ക് ഈ നഷ്ടപ്പെട്ട ഭാഗങ്ങളിൽ പുനഃസ്ഥാപിക്കാനായിട്ട് സാധിക്കും. നമ്മൾ യൂസ് ചെയ്യുന്ന മറ്റൊരു പദാർത്ഥമാണ് എംഡോഗെയിൻ എന്ന് പറയുക, അല്ലെങ്കിൽ ഇനാമൽ മെട്രിക്സ് ഡെറിവേറ്റീവ്. നമ്മുടെയൊക്കെ ചെറുപ്പകാലത്ത് അല്ലെങ്കിൽ നമ്മുടെയൊക്കെ പല്ലുകൾ ഉണ്ടായി വരുന്ന സമയത്ത് പല്ലിൻ്റെ ഏറ്റവും പുറം ചട്ടയായിട്ടുള്ള ഇനാമൽ എന്ന് പറയും, ഇനാമൽ ഉണ്ടാക്കുന്ന ചില പ്രത്യേകതരം പ്രോട്ടീനുകളുണ്ട്. അപ്പോൾ അമിലോബ്ലാസ്റ്റിൻ, അമിലോജിനിൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ടഫ്റ്റിൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പലതരത്തിലുള്ള പ്രോട്ടീൻസ് ഉണ്ട്, ഷീത്തലിൻ. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രോട്ടീൻസൊക്കെ തന്നെ പല്ലുകളുടെ ആ ഒരു ബലം അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഘടന വരുന്ന സമയത്ത് കൃത്യമായിട്ട് അതിൻ്റെ ആരോഗ്യത്തിൽ ഒരു പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചിരുന്ന ചില ഘടകങ്ങളാണ് ഈ പ്രോട്ടീൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെ വീണ്ടും നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് തന്നെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ
നമ്മുടെ സ്വന്തം പല്ല് ഉണ്ടായി വന്ന സമയത്തുണ്ടായ ഒരു ബലം അല്ലെങ്കിൽ ഒരു നോർമൽ ഒരു സ്ട്രെങ്ത്, അതിൻ്റെ തന്നെ എല്ലാ പ്രോപ്പർട്ടീസും നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. അത്തരത്തിലുള്ള ഒരു മെറ്റീരിയലാണ് ഈ എംഡോഗെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ PRF അല്ലെങ്കിൽ പ്ലേറ്റ് റിച്ച് ഫൈബ്രിൻ യൂസ് ചെയ്യുന്നത് പോലെ തന്നെ ചില കേസുകളിൽ നമുക്ക് എംഡോഗെയിൻ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ഈ മോണയെ കൃത്യമായിട്ട് ബലപ്പിച്ചെടുക്കാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ നിങ്ങൾ അറിയേണ്ടതെന്ന് പറഞ്ഞാൽ പലതരത്തിലുള്ള ഇപ്പോൾ ബോൺ ഗ്രാഫ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ പല രീതിയിലുള്ള അതിൻ്റെ ഗോൾഡ് സ്റ്റാൻഡേർഡ് എപ്പോഴും നമ്മുടെ ഓട്ടോജിനസ് ആയിട്ടുള്ള സ്വന്തം ശരീരത്തിൽ നിന്ന് തന്നെ എടുക്കാൻ പറ്റുന്ന ഗ്രാഫ്റ്റുകളാണ് ഏറ്റവും നല്ലത്. നമുക്ക് മൂന്നാമത്തെ അണപ്പല്ല് നഷ്ടപ്പെട്ട ഭാഗത്തുണ്ടെന്നുണ്ടെങ്കിൽ അവിടുന്ന് എല്ലുകൾ എടുക്കാൻ സാധിക്കും. അപ്പോൾ പല്ലിൻ്റെ തന്നെ പല ഭാഗങ്ങളിൽ നിന്ന് നമുക്ക് ഡെൻറ്റിൻ സബ്സ്റ്റിറ്റ്യൂട്ടുകളുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഓട്ടോജിനസ് ആയിട്ടുള്ള ഗ്രാഫ്റ്റുകൾ ഉപയോഗിക്കാം. നമുക്ക് ചില കേസുകളിൽ ഫ്രീസ് ഡ്രൈഡ് ആയിട്ടുള്ള അലോജീനിയസ് ആയിട്ടുള്ള ഗ്രാഫ്റ്റുകൾ ഉപയോഗിക്കാറുണ്ട്. നമ്മുടെ തന്നെ മറ്റ് ജീവജാലങ്ങളിൽ നിന്നും അതേപോലെ തന്നെ നമ്മുടെ മനുഷ്യ ശരീരത്തിലെ എല്ലുമായിട്ട് സാദൃശ്യമുള്ള തരത്തിലുള്ള ഒരു ഘടകങ്ങൾ എടുത്തിട്ടുള്ള ക്സിനോജിനസ് ആയിട്ട് ക്സിനോഗ്രാഫ്റ്റുകളുണ്ട്. പലതരത്തിലുള്ള ബോൺ ഗ്രാഫ്റ്റുകൾ അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ ഈ ബോൺ ഗ്രാഫ്റ്റുകളും ഈ ഗ്രോത്ത് ഫാക്ടേഴ്സും കൂടെ, ഗ്രോത്ത് ഫാക്ടേഴ്സ് നമ്മൾ ബയോളജിക്സ് എന്നും പറയാറുണ്ട്. അപ്പോൾ അതുകൂടി ചേർന്നിട്ട് ഒരുപാട് സാധ്യതകളാണ്. ഇന്ന് അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇന്ന് 3D പ്രിൻറ്റിങ് വന്നിട്ടുണ്ട്. അപ്പോൾ 3D പ്രിൻറ്റിങ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഈ ബോൺ ഡിഫക്റ്റുകൾക്ക് അനുയോജ്യമായിട്ടുള്ള എവിടെയാണോ ഡിഫക്റ്റുകൾ വന്നത് കൃത്യമായിട്ട് അതിനെ അടച്ചെടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള സ്കഫോൾഡിങ് ഉപയോഗിച്ചുകൊണ്ട് സ്റ്റെം സെൽസ് ഉപയോഗിച്ചുകൊണ്ടൊക്കെ തന്നെ നമുക്ക് ഈ മൂലകോശങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള ചികിത്സയൊക്കെ നമുക്കിന്ന് വളരെയധികം പോസിബിളാണ്. അപ്പോൾ അത്തരത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഈ ഒരു റീജനറേറ്റീവ് ഏരിയയിൽ വന്നുകൊണ്ടിരിക്കുന്നു. അതായത് പുനർനിർമ്മിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരുപാട് ഘടകങ്ങളും ഒരുപാട് വസ്തുക്കളും ഒക്കെ വന്നിട്ടുണ്ട്, മെറ്റീരിയൽസ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ അതിൻ്റെ കൃത്യമായിട്ടുള്ള സമയത്ത് ഈ പറഞ്ഞ രീതിയിലുള്ള ഒരു ബ്ലീഡിങ്ങോ ചെറിയ തോതിലുള്ള പല്ലുകളിലെ അകലമോ അല്ലെങ്കിൽ ഭക്ഷണ പദാർത്ഥങ്ങൾ കൂടുതലായിട്ട് കയറിയിരിക്കുക അല്ലെങ്കിൽ പല്ലുകൾക്ക് ചെറിയ ഇളക്കം വരുന്ന സമയത്തൊക്കെ തന്നെ ഒരു മോണരോഗ വിദഗ്ധനെ, ഒരു പെരിഡോണ്ടിസ്റ്റിനെ ഒന്ന് കാണിച്ച് പരിശോധിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അതിനെ ഒരു അടുത്ത ലെവലിലോട്ട് പോകാതെ ഇപ്പോൾ നമ്മൾ ഈ ക്യാൻസേഴ്സിൻ്റെയൊക്കെ ഗ്രേഡിങ് പറയുന്നത് പോലെ 1, 2, 3, 4 എന്ന് പല ഗ്രേഡ്സിലൂടെയും പല സ്റ്റേജിലൂടെയാണ് ഇത് കടന്നു പോകുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു എൻഡ് സ്റ്റേജിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് നമുക്കതിന് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഈ കോസ്റ്റ്ലി ആയിട്ടുള്ള ഡെൻ്റൽ ഇംപ്ലാൻറ്റ്സ് ഒക്കെ യൂസ് ചെയ്യുന്നത് ഒഴിവാക്കിയിട്ട് നമ്മുടെ സ്വന്തം പല്ല് ഉപയോഗിച്ച് തന്നെ ഏത് പ്രായത്തിലും നമുക്ക് ചവയ്ക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ നിങ്ങളൊരു ശ്രദ്ധ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഒരുപാട് കോസ്റ്റ്ലി ആയിട്ടുള്ള ഡെൻ്റൽ ഈ ഇംപ്ലാൻറ്റ്സിലോട്ടൊക്കെ പോകുന്നത് നമുക്ക് ഒഴിവാക്കാനും സാധിക്കും. നമസ്കാരം.